ഹലോ ഗൈസ്, ഞാൻ എന്താ റൂമിലൊന്നും ചോദിക്കണ്ടാവും. ക്ലാസ് ഉണ്ട് ഗൈസ്. രാവിലെ 8:20 തൊട്ട് രാത്രി 7:50 വരെ ക്ലാസ് ഉണ്ട്. അങ്ങനെ വിചാരിക്കുമ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് അല്ല. എനിക്ക് 1:20 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. 1:10 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ദെൻ ഞാൻ വീട്ടിലേക്ക് വന്നു. ഇനി ഒരു 5 മണിയാകുമ്പോൾ വീട്ടിൽ പോകണം, കാരണം 6:20 ക്ലാസ് ഉണ്ട്. ഓൺലി ഫോർ ലോജിസ്റ്റിക്സ്, ലേറ്റ് നൈറ്റ് ക്ലാസ്സസ്. വേറൊരു ക്ലാസ്സിനും 6 മണി 7 മണി 7:50 ഒക്കെ വരെ ക്ലാസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് തരക്കേടില്ലായിരുന്നു. ലാംഗ്വേജ് ക്ലാസ് നല്ലായിരുന്നു. ആൻഡ് പിന്നെന്താ, എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്ന കണ്ടോ? രാവിലെ ഞാൻ എഴുന്നേക്കാൻ ലേറ്റ് ആയി. ഇവിടെ നല്ല അത്യാവശ്യം തണുപ്പായിരുന്നു. എനിക്ക് മടിയായി, തലമുടി ഈരിട്ടും കൂടി ഇല്ല. ഞാൻ ഇങ്ങനെ കെട്ടിച്ച് ഇങ്ങനെ ഒരു പ്രാന്തത്തിൽ പോലെയാണ് ഞാനിന്ന് കോളേജിൽ പോയത്. ലിപ്സ്റ്റിക് ഇടാൻ മറന്നു, എന്നിട്ട് ഇട്ടതാണെങ്കിൽ ഒരു പാട്ട് ലിപ്സ്റ്റിക് എൻ്റെ ബാഗിൽ കിടക്കുന്നായിരുന്നു. എവറിത്തിങ് വാസ് നോട്ട് ഗുഡ് ടുഡേ. ബട്ട് കുഴപ്പമില്ല. ഇനി ഇതൊക്കെ ഒന്ന് ഒരുക്കി തലമുടി ഒന്ന് ഈരണം. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇന്നലെ തല കുളിച്ച് വടി കിടന്നുറങ്ങി. ഈരിയൊന്നുമില്ല, ജസ്റ്റ് ഞാൻ തല പിടിച്ച് വഴി കിടന്നുറങ്ങി. ലുക്ക് മൈ നാച്ചുറൽ കേഴ്സ് ആർ ഔട്ട്. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇന്ന് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണിക്കാണ്ടാവില്ല എന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് ഹോപ്പ് സംതിങ് ഹാപ്പൻ. അയ്യോ, എന്തെങ്കിലുമൊക്കെ തിന്നണം. ഇന്നലെ ഫ്രൈഡ് റൈസും ചിക്കനും ഞാൻ ഉണ്ടാക്കി. അതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ ചൂടാക്കി തിന്നണം. പാവാലീന അവൾക്ക് ഞാൻ വെക്കില്ല, അത് ഞാൻ തിന്നു തീർക്കും മിക്കവാറും. ബാക്കി കുറച്ചേ ഉള്ളൂ. ഇനി ബ്രെഡ് തിന്ന് മടുത്ത്. എന്തു പറയാന്, ഫുഡ് കൊള്ളത്തില്ല. ഇവിടെ ഫുഡ് കൊള്ളത്തില്ല. പാരീസിലാണെങ്കിൽ അത്യാവശ്യം മലയാളീസ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം മലയാളി റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ക്യാമറ എവിടെ നോക്കണമെന്ന് ഐഡിയ ഇല്ല. കൊങ്കൺ പോലെ തോന്നുകയാണെങ്കിൽ കൊങ്കൺ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ. റൂമൊക്കെ ആകാരമായി കിടക്കണം, ബിക്കോസ് ചാർജ് ഇല്ല ലാപ്ടോപ്പിന്. ഫ്രഞ്ച് ക്ലാസ്സിൽ പകുതി വെച്ച് ഓഫായി പോയി. ഇനി കുത്തിയിടണം, സോഷ്യൽ സെക്യൂരിറ്റി ചെയ്യണം. ഐ ഹാവ് സം വർക്ക്സ് ടു ഡു. പിന്നെ ഒരു അസൈൻമെന്റ് നാളത്തേക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. 7:50 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. നാളത്തേക്ക് ഞാൻ അസൈൻമെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അതും പ്രസന്റേഷൻ. അത് ഗ്രൂപ്പാണ്. ഞാൻ പ്രസന്റേഷൻ ഉണ്ടാക്കുമോ കൊച്ചു പ്രസന്റേഷൻ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കണം. ഇഫ് ഷീ വിൽ ഡു, ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ഞാൻ ചെയ്യണമെങ്കിലും ഓക്കെയാണ്. പക്ഷെ 7:50 വരെ ക്ലാസ് ഉണ്ട്. പിന്നെ അവർക്കും ക്ലാസ് ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ബൈ. Okay. Oh, it's very different. That's ours. I have my driving license too. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല, ബിക്കോസ് ക്ലാസ് കഴിഞ്ഞപ്പോൾ രാത്രി. ഇപ്പോൾ ഇവിടെ 7:58. 8 മണിയാവാറായി. അല്ല, 8 മണിയായി. 2 മിനിറ്റ് വരെ ഉള്ളൂ. 2 മിനിറ്റ് സംസാരിക്കാം. ഇപ്പോൾ വൈകുന്നേരത്തെ ക്ലാസ് ഒന്നും ഉണ്ടായില്ല. എന്തെന്നാ ക്ലാസ് വാസ് സോ ബോറിങ്. കാരണം ഒന്ന് ഫ്രഞ്ച് ആയിരുന്നു, എടുക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, എഴുതിയിരിക്കുന്നതൊക്കെ ഫ്രഞ്ച്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എ റെലവൻറ്റ് ടോപ്പിക് അപ് ടു മീ. കാരണം അവർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ആസ് എ അനദർ കൺട്രി പേഴ്സൺ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈവൻ ദോ എന്തിനെ പറ്റി പറഞ്ഞതാണെങ്കിലും ഇറ്റ് വാസ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷനും പൊല്യൂഷനും, അതായിരുന്നു ടോപ്പിക്. പിന്നെ ഇവിടെ ഭയങ്കര മഴയാണ്. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒടുക്കത്തെ മഴയും. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തോ പറ്റിയിരുന്നു. എല്ലായിടത്തെ പോലീസുകാർ ഭയങ്കര, ബസ്സിലൊക്കെ ഭയങ്കര തിരക്ക്, അങ്ങനെ വൻ സീനായിരുന്നു. കാരണം മെട്രോ എന്തോ മെയിൻ്റനൻസ് ഇറക്കിയായിരുന്നു. അപ്പോൾ മെട്രോ ഒന്നും ഓടാത്തതുകൊണ്ട് എല്ലാവരും ബസ്സിനും കാറിനും വന്നിട്ട് ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഞങ്ങൾ എത്തേണ്ടതിന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വൈകിയാണ് എത്തിയത്. അത് ഞാൻ നേരത്തെ ബസ്സിൽ കയറിയിട്ട് വരാം. ഇന്നത്തെ വീഡിയോയിൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ആവും കാര്യങ്ങളെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ എല്ലാ ദിവസവും പോലെ ഇന്നത്തെ ദിവസം ഒരു അപ്ഡേറ്റ് ഇടാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടോ. ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം 3 ദിവസമായിട്ട് ഭയങ്കര മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് മടി പിടിച്ച് വീട്ടിലിരിക്കുമായിരുന്നു. സോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത്രയൊക്കെ ഉള്ളു ഗൈസ്. കണ്ടോ ബസ്. രാത്രി 8 മണിക്ക് ഇവിടെ ഇങ്ങനെയാണ് ഗൈസ്. ഇത്ര വെട്ടുണ്ടാവും രാത്രി 8 മണിക്ക്. ഇത് മഴക്കാരായതുകൊണ്ടാണ് കേട്ടോ വെട്ടം ഇത്ര കുറവ്. അല്ലെങ്കിൽ നല്ല വെട്ടുണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ വിൻ്റർ ആകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കണം.
പിന്നെന്താ പ്രത്യേകിച്ച് വലിയ കണക്കൊന്നുമില്ല. വീട്ടിലവിടെ അലീന എന്തോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഞങ്ങൾ ഉണ്ടാക്കി. മിനിഞ്ഞാന്ന് ചിക്കനും ചപ്പാത്തിയും തിന്നു. ഇന്ന് അതുകൊണ്ട് സ്പെഷ്യലായിട്ടൊന്നുമില്ല. പാസ്ത ചോറ് എന്തെങ്ങാണ്ടൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞ അവളിവിടെ ഇരിപ്പുണ്ട്. ഐ തിങ്ക് ഷീ വിൽ മേക്ക് പാസ്ത. കാരണം ഇവിടുത്തെ ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്മതി റൈസ് മറ്റേ ബിരിയാണിയുടെ പോലത്തെ സാധനം ഒന്നും നോക്കിയില്ലെങ്കിൽ ഇത് വെന്ത് പോകും. വെന്ത് കുഴഞ്ഞ് കഴിഞ്ഞ് ഇത് തിന്നാൻ ഒന്നിനും കൊള്ളത്തില്ല. എനിക്കൊന്നും അതിന്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. എനിക്ക് ചോറ് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കണം. അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അവൾക്ക് നിർബന്ധമില്ല. സോ അവൾ മിക്കവാറും പാസ്ത ഉണ്ടാക്കാനുള്ള ചാൻസ്. വീട്ടിൽ ചെന്നിട്ട് നോക്കാം. ഞാൻ ഈ വീട്ടിലെത്തുമ്പോൾ അത്യാവശ്യം ലേറ്റ് ആവും. ഇതാണ് ഗൈസ് 8 മണിക്കുള്ള റൺ. ഇന്ന് ആൾക്കാർ കുറവാണ്, അല്ലെങ്കിൽ അവിടേക്ക് നിറച്ച ആൾക്കാരായിരിക്കും. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യാഴാഴ്ച ഇവിടെ കപ്പിൾസിൻ്റെ വീക്കെൻഡും വെള്ളിയാഴ്ച ഇവിടെ സിംഗിൾസിൻ്റെ വീക്കെൻഡുമാണ്. സോ വ്യാഴാഴ്ചകളിൽ എല്ലായിടത്തും ഗൈസ് ഞാൻ എൻ്റെ മുഖം കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണ്. വ്യാഴാഴ്ചകളിൽ എല്ലായിടത്തും കപ്പിൾസും കപ്പിൾ ഡാൻസ് ഒക്കെ ഉണ്ടാവും. കപ്പിൾസും എന്നിട്ട് ഇവര് അതായത് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്കും. എന്നിട്ട് വെള്ളിയാഴ്ച ക്ലാസ്സിൽ വരില്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രൊഫസർ വേറെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തത്. എനിക്കിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവിടുത്തെ കൾച്ചർ അതാണ്. ഫ്രൈഡേസ് പാർട്ടി ഫോർ സിംഗിൾസ്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ സിംഗിൾ ആണല്ലോ, എനിക്ക് കപ്പിളായിട്ട് ഡാൻസ് കളിക്കാൻ ആരുമില്ലല്ലോ. എനിക്കൊക്കെ പാർട്ടി ആണെങ്കിൽ ഫ്രൈഡേ പോകണം. ഫ്രൈഡേ എല്ലാ പബ്സും എല്ലാം ആക്റ്റീവ് ആയിരിക്കും. രാത്രി വരെ എല്ലായിടത്തും ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെയൊക്കെയാ. അത് കഴിഞ്ഞ് പിന്നെ വീക്കെൻഡ് 2 ദിവസം ക്ലാസ് ഇല്ല. ഇതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെ മഴ പെയ്ത് നിന്ന മരത്തിൽ നിന്നൊക്കെ ഇലയൊക്കെ വീണ് റോഡൊക്കെ നനഞ്ഞ് ചീഞ്ഞ് കിടക്കുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ റോട്ടിൽ കുഴിയില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഇടുള്ളൂ. കുഴിയിൽ വെള്ളം എന്നറിയില്ല, പക്ഷെ റോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. മഴ പെയ്യുമ്പോൾ ഒത്തിരി വെള്ളം കാണണമല്ലോ, അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ വെള്ളക്കെട്ട് പോലെയൊന്നുമല്ല. അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല ഗൈസ്. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഈ വീഡിയോ ഇത്തിരി ബോറിംഗ് ആണെന്നറിയാം. നെക്സ്റ്റ് വീഡിയോ തൊട്ട് എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൂമിൽ ചെന്നിട്ട് ഞാൻ എടുക്കാം. ഇല്ലെങ്കിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി നമ്മുടെ സ്ഥലത്തെത്തി. വേഗം വീട്ടിൽ പോട്ടെ. കാര്യമായിട്ട് എന്തോ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചൂടോടെ തിന്നണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് പാസ്ത. പാതിരാത്രി ഒരു ക്ലാസ്സുള്ളവരാണ് പോയി വരിക. കൂടെ ഇതൊഴിയൊക്കെ നടക്കുമ്പോൾ ആദ്യം പേടിയുണ്ടായില്ല, പക്ഷെ നാറി പറഞ്ഞ് പീഡിപ്പിച്ചു ഞങ്ങൾ. ആ നല്ലവനായ മനുഷ്യനെ ഞാൻ സ്മരിക്കുന്നു, പറഞ്ഞ് പേടിപ്പിച്ചവനെ. അങ്ങനെ വീടെത്താറായി. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കും. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നാളെ നല്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ, ടാറ്റാ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗൂഗിൾ ക്ലാസ്സിൽ പോകാൻ റെഡിയായി. ക്ലാസ്സിൽ പോവാണ്. വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നടക്കുന്ന കാര്യങ്ങളുണ്ട്. ബസ് കിട്ടിയില്ല, സോ ഇന്ന് ലേറ്റാണ് ഗൈസ്. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ കോളേജ് എത്താറായി. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ലേറ്റ് ആയില്ല ഗൈസ്, കുറച്ച് നേരത്തെ കോളേജ് എത്തിയത്. വലിയ കാര്യമില്ലാത്തൊരു തണുപ്പുണ്ട്. ആൻഡ് ഞാൻ വിത്ത് ജോസ് പ്രകാശിൻ്റെ ജാക്കറ്റ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നടന്ന് വേർത്ത്. ഇനി കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ബസ്സിന് വരണം. നടക്കുന്നത് എനിക്ക് പറ്റിയ പരിപാടിയല്ല. നടക്കുന്ന ആരോഗ്യത്തിനെല്ലാം ഓർക്കും നോക്കി. പിന്നെ നേരത്തെ എത്തും. ബസ്സാകുമ്പോൾ ഇരുന്നിങ്ങനെ പോരാൻ സുഖിച്ച്. പക്ഷെ ഇപ്പോൾ ബസ്സിനൊക്കെ ഭയങ്കര തിരക്കാണ്. ഐ മീൻ നേരത്തെ ബസ് കിട്ടിയാലേ ഇരുന്ന് പോരാൻ പറ്റുള്ളൂ, നേരത്തെ ക്ലാസ് വെക്കാൻ പറ്റുള്ളൂ. അതിൽ തിരക്കില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ വരുന്ന ലാസ്റ്റ് മൊമെന്റ് ബസ്സിന് നല്ല തിരക്കാം.
രാവിലെ തണുപ്പാണ് എണീക്കാൻ ഭയങ്കര മടിയാ. രാവിലെ എനിക്കില്ല ഗൈസ്, അതാണ് ശരിക്കും സംഭവം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരുമിച്ച് സെപ്പറേറ്റ് ഒന്നും അറിയില്ല. ഇത്ര പറയാനുള്ളൂ. ബൈ ബൈ ഗൈസ്. ക്ലാസ് വന്നപ്പോൾ കാലി ഗൈസ്, ഇരുട്ട്, ഗ്വാദർ അടച്ചിട്ടിരിക്കുന്നു. ഞാൻ തുറന്ന് ലൈറ്റ് ഇട്ട്, ആരും വന്നിട്ടില്ല. ഇനി എൻ്റെ ക്ലാസ് മാറിപ്പോയാ പണ്ടാറ്. ഞാൻ മാത്രം ക്ലാസ്സിൽ ഇതേ നടന്നു വന്നിട്ട് ഞാൻ വേർത്ത്. തണുപ്പാണെങ്കിൽ വേർപ്പിനൊന്നും ഒരു കുറവില്ലെന്ന്. ഞാൻ മാത്രം ഫുൾ ക്ലാസ് ഒറ്റയ്ക്കായി ഗൈസ്. പിന്നെ ക്ലാസ്സിലെല്ലാവരും വന്ന് ക്ലാസ് തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഹലോ ഗൈസ്, ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി. കോലം കണ്ടിട്ടൊന്നും തോന്നണ്ട, വീട്ടിലെത്തിയിട്ട് കോലാണ്. ഒന്നും കാര്യമായിട്ട് എടുക്കാനൊന്നും ഉണ്ടായില്ല. ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് ഭയങ്കര അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. പ്രത്യേകിച്ച് എന്തോ ഭയങ്കര രസമായിരുന്നു ക്ലാസ്. എനിക്ക് ഇന്ന് ഫ്രീ ഗ്രോസറി കിട്ടുന്ന ദിവസമായിരുന്നു. ഞാൻ ഫ്രീ ഗ്രോസറി ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ല. ഞാൻ വെള്ളിയാഴ്ച രജിസ്റ്റർ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം. ഇന്നിപ്പോൾ അലീനയാണ് പോയി ഫ്രീ ഗ്രോസറിക്ക് പോയത്. അയ്യോ ഒന്നും വിചാരിക്കരുത് കഴിച്ച്, എനിക്ക് ഫോൺ എങ്ങനെ പിടിച്ചിട്ട് ശരിയാവുന്നില്ല. തൽക്കാലത്തേക്ക് ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഓക്കെ, ഫ്രീ ഗ്രോസറി കുറേ നൈസ് കിട്ടിയായിരുന്നു. പിന്നെ ക്രേപ്പ് കിട്ടിയായിരുന്നു. ക്രേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഗോതമ്പ് ദോശയുടെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിരുന്ന സംഭവം. പിന്നെ ലൈസ് കിട്ടിയത് പറഞ്ഞല്ലേ, തക്കാളി, സവോള. എനിക്ക് താഴെയുള്ളവരൊക്കെ നോർത്ത് ഇന്ത്യൻസ്, അപ്പൊ അവര് ബീഫും കാര്യങ്ങളൊന്നും കഴിക്കില്ല. എന്റെ വീട്ടിൽ ഞാനും അച്ഛനും മാത്രമേ ബീഫ് കഴിക്കുള്ളൂ, വേറെ ആരും കഴിക്കില്ല. അച്ചു ഇടയ്ക്ക് കഴിക്കും. അപ്പോൾ എനിക്ക് ബീഫ് ഇഷ്ടമാണ്. അപ്പൊ അവൻ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ബീഫ് വാങ്ങിയിട്ട് എനിക്ക് കൊടുത്തന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബീഫ് കഴിക്കാൻ എനിക്ക് കൊടുത്താ. ഇവിടെ ആരും ബീഫ് കഴിക്കില്ല, അലീനയും കഴിക്കില്ല. സോ എനിക്ക് ബീഫ് കൊണ്ടു തന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അടുക്കള ഭയങ്കര വൃത്തിയായിട്ട് കിടക്കണ ഒന്നും വിചാരിക്കരുത്. നാട്ടിലെ പോലെ തന്നെയാണ്. ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഭരത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണെന്ന് പറയാം, 24 years ഓൾഡ്. പക്ഷെ ഹി വാസ് ലിറ്ററലി ഭയങ്കര പാവാണ്. ഞങ്ങൾ റൂമിൽ ക്ലീൻ ആക്കല്ല, ഞങ്ങൾ കിച്ചൺ ക്ലീൻ ആക്കല്ല. ഹി വിൽ ബി ലൈക്ക് വെള്ളിയാഴ്ച ആകുമ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിടും. ഞങ്ങളെ പഴക്ക് പറയുക ഒന്നുമില്ല. പുള്ളി തന്നെ എല്ലാം ക്ലീൻ ആക്കി, കംപ്ലൈൻസ് ഇല്ല, ഒന്നുമില്ല. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സോ ഞങ്ങളുടെ കിച്ചൺ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ ക്ലീൻ ആക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് പറയാനൊന്നുമില്ല. നമ്മുടെ വീട് പോലെ, നമ്മുടെ വീടിന്റെ അത്രയും സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഈ അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ അപ്പാർട്ട്മെന്റ് ഫുൾ ഇന്ത്യൻസാ, ഫുൾ. അപ്പോൾ ഞങ്ങൾക്ക് ആ ഫ്രീഡം ഉണ്ട്. സോ ഇന്ന് സ്ട്രോബെറിയും കൂടെ കിട്ടി അതിൻ്റെ കൂടെ. സോ ഞാൻ സ്ട്രോബെറി അങ്ങനെ തിന്നിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് ഫ്രഷ് ആണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ മറ്റേ സ്ട്രോബെറിയുടെ ബബ്ലുക്കോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങില്ലേ, അതിന്റെ മണം. നമ്മുടെ നാട്ടിലെ സ്ട്രോബെറി വാങ്ങുന്ന സ്ട്രോബെറിക്കൊന്നും ഒരു മണം ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന് അതിന്റെ മണം. സോ ഐ എം ലിറ്ററലി എക്സൈറ്റഡ്. അപ്പോൾ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റിന്റെ പൗഡർ കിട്ടി. അപ്പൊ അത് അലീന സിറപ്പായിട്ട് വെച്ചിട്ട് മുക്കി, ഞാൻ സിറപ്പായിട്ട് വെള്ളം കലക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ടേസ്റ്റ്. നാട്ടിലപ്പോ നമ്മൾ കഴിക്കുന്ന സ്ട്രോബെറി അല്ലേ. നാളെ ഒരു തവണ സ്ട്രോബെറി കഴിച്ചിട്ട് ഞാൻ സ്ട്രോബെറി വെറുത്തു പോയ ഒരാളാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് നാട്ടിൽ ഒരു തവണ. അതെന്ന് വാങ്ങിയെന്തോ എന്റെ വീട്ടിലല്ല, ഹസ്ബൻഡിന്റെ വീട്ടിൽ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട്. അത്ര ഫ്ലോപ്പായിരുന്നു. അതോടെ എനിക്ക് സ്ട്രോബെറി കൊടുത്തോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ എന്താണ് ഞാൻ നാട്ടിൽ കഴിച്ചത് സ്ട്രോബെറിയില്. ഒരു ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, എനിക്ക് ഫ്രീ ഗ്രോസറി കിട്ടുമ്പോൾ ഞാനത് വീഡിയോ എടുക്കാം. ഇവിടെ ലൈക്ക് 6:30-7 മണിയായി. ഇന്ന് മഴയില്ല, സോ നല്ല വെട്ടമുണ്ട്. എന്റെ മുടിയൊക്കെ ഭയങ്കര അലമ്പായിട്ട് കിടക്കാം. കാരണം വൈകുന്നേരം വരെ ക്ലാസ് ആയിട്ട് ടയേർഡായിട്ട് വന്നിട്ട് ഞാൻ കട്ടിലുമ്പോൾ കിടക്കുമായിരുന്നു. അപ്പൊ ലിറ്ററലി ഇവള് സ്ട്രോബെറി ഉണ്ട് ചേച്ചി വായോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഓടി താഴേക്ക് വന്നതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ചോദ്യത്തിന്റെ ഒരു വീഡിയോ എടുക്കാം. കാരണം ഇപ്പൊ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ വീട്ടിൽ നിന്ന് എന്താണ് വീഡിയോ ഒന്നും ഇടാത്തെന്ന് ചോദിച്ചാൽ ക്ലാസ് ഇതിനകത്ത് ഞാൻ എന്തെടുത്തിട്ട് വീഡിയോ എടുത്തിടാനാ. എന്തെങ്കിലുമൊക്കെ കാണിക്കാനും കൂടെ വേണ്ടേ, അല്ലാണ്ട് ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നു ഇത് മാത്രമല്ലല്ലോ വീഡിയോ എടുത്തിട്ടുണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. അമ്മേ ചീത്ത അടുക്കള ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നില്ല, ഞങ്ങൾ അലമ്പാക്കിയിട്ടേക്കുന്ന അടുക്കള. അപ്പൊ ഓക്കെ, ഇനി എന്തെങ്കിലും ഇന്ന് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടാം. ഓക്കെ, ബൈ ബൈ ഗൈസ്, ബൈ ബൈ.
ഇതൊക്കെയാണ് ഫ്രീ ഗ്രോസറി കിട്ടിയ ഐറ്റംസ്. ഹലോ ഗൈസ്, നേരത്തെ എൻ്റെ വീഡിയോ കട്ട് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് താഴെ കുറച്ച് ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കാറിൽ താമസിക്കുന്നുണ്ടെന്ന്. അവരെന്ന് പറഞ്ഞാൽ റെഫ്യൂജീസ് പോലെ ഇവിടെ വന്നിട്ട് പാസ്പോർട്ടില്ല, അപ്പുറത്ത് മെൻ്റൽ അസൈലം പോലെ, അതായത് പാസ്പോർട്ടില്ല, നാഷണാലിറ്റി അറിയില്ല, എന്നാൽ എവിടെയാണ് അവർ ജീവിക്കുന്നതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞു കേട്ടേക്കുന്നത്, എനിക്കറിയില്ല. അങ്ങനത്തെ ആൾക്കാർ താമസിക്കുന്ന. ഞങ്ങൾക്ക് ഇത്ര നാളും പേടിയൊന്നും ഉണ്ടായില്ല, പക്ഷെ കൂടുതലും പറഞ്ഞ് പേടിപ്പിച്ച് ഗൈസ്. അതുകൊണ്ട് ലൈക്ക് ആളിപ്പോൾ ഞാൻ ഇങ്ങനെ താഴ്ത്തി വെച്ച് വീഡിയോ എടുത്തപ്പോൾ അവർ വീഡിയോ എടുക്കാന്ന് വെച്ച് ലൈക്ക് ലവ് ഒക്കെ കാണിച്ചേക്കുന്നു. ഞാൻ പെട്ടെന്ന് അത് ഞാൻ വേഗം വീഡിയോ ബാക്കിലേക്കാക്കി ഞാൻ വീഡിയോ വേഗം എൻഡ് ചെയ്തത്. പിന്നെ ഞാൻ പോയിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നു. ഐ തോട്ട് ഓഫ് ടേക്കിങ് എ ഷോർട്ട് വീഡിയോ. കാരണം ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടായില്ല. ഞാൻ പോയി വന്നത് ഞാൻ പറഞ്ഞല്ലോ മുടിയൊക്കെ ലംബായി കിടക്ക്, എൻ്റെ മുടി ഫുള്ള് ലംബായി കിടക്ക്. ഐ ഡോണ്ട് നോ എന്താന്ന്. ഞാൻ പിന്നെ ബ്ലോ ഡ്രൈവ് ഒന്നും ചെയ്യാത്തതാ, മുടി നശിപ്പിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട്. എങ്ങനെയെങ്കിലും കിടക്കട്ടെ, ആരും നോക്ക്. ലൈക്ക് ഫുൾ ടൈം ക്ലാസ്സാണ്. ക്ലാസ്സിൻ്റെ പുറത്ത് ഞാൻ അവിടേക്കും പോകാറില്ല. ഞാൻ എന്താ എവിടേക്കെങ്കിലും കറങ്ങാനൊക്കെ പോകുമ്പോൾ ഹൈ മൈ ജാനു, എല്ലാവരും ഭയങ്കര കോംപ്ലിമെൻ്റാ ഇത് കാണുമ്പോൾ. ലൈക്ക് ഇത്ര എഫേർട്ട് ഇട്ട് പെറ്റ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എവരി വൺ ലൈക്ക് വാവ് സോ ക്യൂട്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ നിന്ന് ഭയങ്കര സൂപ്പർ വ്യൂ ആട്ടോ. ഇറ്റ്സ് ലൈക്ക് ഞങ്ങളുടെ ഹാളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിപ്പോൾ മഴയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. മഴയുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴയുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ വീട്ടിലെ വ്യൂ. ക്യാമറയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കോങ്കണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്നെ തന്നെ സ്ക്രീനിൽ നോക്കുമ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് നോക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ക്യാമറ നോക്കി എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കോങ്കണ്ണ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ് ഒന്നും വിചാരിക്കരുത്. പിന്നെ ഇവിടെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാവും. ഭരത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം, സോ ആ സൗണ്ട് കേൾക്കാൻ സാധ്യതയുണ്ട്. ലൈക്ക് ഇന്നിങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല ഡ്രസ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പുറത്തേക്ക് വെറുതെ നടക്കാൻ ജോഗിങ്ങിന് ഇറങ്ങും. കാരണം നാളെ ക്ലാസ്സില്ലെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. എനിക്ക് അടുത്ത ആഴ്ച മുതൽ 5 ദിവസം കൊണ്ട് ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പറ്റും നാളെ ക്ലാസ്സില്ല, അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ചിലപ്പോഴേ ഇറങ്ങുള്ളൂ, മടി പിടിച്ചാൽ ഇറങ്ങില്ല. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇറങ്ങിയാൽ വീഡിയോ ഇടാം, ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, ബൈ. ഹലോ ഗൈസ്, ഞാൻ വീണ്ടും തിരിച്ചെത്തി. ഓക്കെ, ഞങ്ങളിവിടെ റൂമിൽ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അലീനയുണ്ട്, ഭുവനേഷ് ഉണ്ട്, ആൻഡ് ദിസ് ഇസ് ദീപ്തി അക്ക. ക്യാമറ ഓൺ ചെയ്തപ്പോ ഒളിച്ചിരിക്കുവാണ്. പക്ഷെ ഭുവനേഷ് അങ്ങനെയല്ല. She is saying that you are patti show. You are doing cheap show. Phone avandella, headphone avandella. What are you? No, the headphone is his and phone is Deepthi Akka's. No need to wait. I will post it, sure. Bye guys. Bye guys. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. ഓക്കെ ടാറ്റാ. ഓക്കെ ഗൈസ്, ഇവിടെ മഴ പെയ്തു. ഭുവനേഷ് is posing for me in the rain. ലൈക്ക് ഞങ്ങൾ എല്ലാവരും ദീപ്തിയക്കാരുടെ റൂമിലാണ്. Everyone is here. Yeah, it's raining. Yeah, it's raining. Yeah, that's it. Hi guys. It's raining. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ ഒരു ഫാമിലി പോലെയാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും താഴെയായിരിക്കും, അല്ലെങ്കിൽ അവർ മുകളിലേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കും, ഫുഡ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ. ഹലോ ഗൈസ്, ഇവിടെ ഇപ്പോൾ 9:30. ഞങ്ങളിന്ന് താഴെ വന്നു. എനിക്ക് നാളെ ക്ലാസ് ഇല്ല. ലിറ്ററലി ഇവരുടെ കൂടെ ഫുഡ് കഴിച്ച് തമാശ പറഞ്ഞ് എൻജോയിങ് ദ ഡേ. ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നത് കാണിക്കാട്ടോ, അങ്ങനെ മൈൻഡപ്പ് ചെയ്യാനായിട്ട്. ഇന്നപ്പോൾ കുറച്ചധികം ഉണ്ടാവുമായിരിക്കും വീഡിയോ. എനിക്ക് ഈ റൂമിൽ ലൈറ്റിങ് ഭയങ്കര ഇഷ്ടമായി, മിറർ ഇഷ്ടമായി. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല കോളേജിൽ നിന്ന് വന്ന്. ഞാനിവിടേക്ക് താഴേക്ക് വരുന്നുണ്ട് ചേഞ്ച് ചെയ്യാൻ. ഞാൻ
എനിക്ക് എത്ര സൗണ്ട് എന്റെ ക്ലിയർ ആവുമെന്ന് അറിയില്ല, കാരണം നല്ല ബഹളുണ്ട് അപ്പുറത്ത്. അപ്പൊ ഓക്കെ ഗായ്സ്, ബൈ. ഗായ്സ് രാത്രി നോക്കൂ ഗായ്സ്, രാത്രി. ടുഡേ വി ആർ ചില്ലിങ് ഹിയർ, സോ ഐ ആം ഷൂട്ടിങ്. ആ കാറിനകത്ത് കിടക്കുന്ന ചേട്ടൻ കണ്ടോ നിങ്ങൾ? കാല് കാണുന്നുണ്ടോ? ലാസ്റ്റ് അവസാനം ആ ചേട്ടൻ ഓടി വന്ന് എന്നെ ഓടിക്കാണ്ടിരുന്നാൽ മതി. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്, എന്നാൽ വലിയ തണുപ്പില്ല. ഇതാണ് രാത്രി 9 മണി 9:30 10 മണി ആവുമ്പോന്ന് കണ്ടേ. നമ്മുടെ 6 മണി 6:30 7 മണി പോലെ ഇവിടെ രാത്രി 10 മണിയൊക്കെ. ജസ്റ്റ് നൈസായിട്ട് വെട്ടമൊക്കെ ഉണ്ട്, കണ്ടോ? ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കഴിക്കായിരുന്നു. സോ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തതിന് ആ കംഫർട്ട് കളയുന്നു. 2-3 ദിവസമായിട്ട് ഇപ്പം അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ശനിയാഴ്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി, ചിക്കൻ വാങ്ങിച്ചു, ചപ്പാത്തിയും ചിക്കനും ഉണ്ടാക്കി. നമ്മൾ ഇന്നലെ ചോറും ചിക്കനും കഴിച്ചു. പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി, 2 ദിവസം ഫ്രൈഡ് റൈസ് കഴിച്ചു. ഇന്നിപ്പോ കൂൺ ബിരിയാണി, മഷ്റൂം ബിരിയാണി ഉണ്ടാക്കി താഴെയുള്ള പിള്ളേര് അത് കഴിച്ചു. ഇന്നിപ്പോ വൈകുന്നേരം വയറാർച്ച് ചോറ് കഴിച്ചു. സോ 2-3 ദിവസമായിട്ട് ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ തന്നെ മോഡ് ഒന്ന് ശരിയായി. കാരണം ഇവിടെ വന്ന ഫുഡ് കഴിക്കലൊന്നും ഇല്ല. ക്ലാസ്സിന്റെ ടൈമിങ്ങിൽ ഭയങ്കര ഓൺലി ഫോർ ലോജിസ്റ്റിക്സ്. ഓക്കെ, ലോജിസ്റ്റിക്സിന് ഭയങ്കര ടൈമുണ്ട്. ക്ലാസ് ബാക്കിയുള്ളവർ അപേക്ഷിച്ച് നോക്കും. ബാക്കിയുള്ളവർക്ക് കുറച്ച് ടൈം ഉള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടി ടൈമുണ്ട്. സോ ഫുഡ് കഴിക്കലൊക്കെ ഇച്ചിരി സീനായിരുന്നു. ഇപ്പം പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയി പോകുന്നു. ഒക്കെ സെറ്റായാൽ മതിയായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇത് അത്യാവശ്യം ലോങ് വീഡിയോ ആയി. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു, ലാസ്റ്റ് പാർട്ട് എടുക്കാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാഞ്ഞത്. അത്യാവശ്യം ലോങ് വീഡിയോ ആയി. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. നാളെ അത്യാവശ്യം നല്ല കണ്ടന്റ് ഉണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നാളെ എനിക്ക് ഓൾറെഡി ക്ലാസ് ഇല്ല, പിന്നെ ഞങ്ങൾ പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സോ വി വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് കണ്ടന്റ്, ഐ തിങ്ക് സോ. നാളെ ഒരു 11:30 ആകുമ്പോൾ പുറത്തേക്കൊക്കെ പോയി സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, ബൈ.